തൃശൂർ പൂരം സമാന്തര പ്രദർശനത്തിൽ നിന്ന് പിന്മാറാനൊരുങ്ങി കൊച്ചിൻ ദേവസ്വം ബോർഡ്. ദേവസ്വം ബോർഡിന്റെ നടപടിയിൽ പ്രതിഷേധം രൂക്ഷമായതിനെ തുടർന്നാണ് പിന്മാറ്റം. തിരുവമ്പാടി ദേവസ്വം ഉൾപ്പെടെ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. ആനന്ദ് മുത്തൂർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആനന്ദ്, ആദ്യം തൃശൂർ പൂരത്തിന് ബദലായി അല്ലെങ്കിൽ ഒരു സമാന്തര പൂര പ്രദർശനവുമായി രംഗത്ത് വരുന്നു എന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് പ്രഖ്യാപനം ഉണ്ടാകുന്നു. അതിന് തൊട്ടു പിന്നാലെ തന്നെ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ ഭാഗത്ത് നിന്നും ശക്തമായ എതിർപ്പും വരുന്നുണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെ BJP അടക്കമുള്ള രംഗത്തേക്ക് പ്രതിഷേധവുമായി വന്നതിന് പിന്നാലെ ഇപ്പോൾ സമാന്തര പൂരം എന്നത് വെറും ഒരു സ്വപ്നം മാത്രമായി മാറുകയാണ്. കൊച്ചിൻ ദേവസ്വം ബോർഡ് അതിൽ നിന്ന് പിന്മാറുകയാണ് അല്ലേ? ഒരു തീരുമാനം നടപടി ദേവസ്വം ബോർഡ് കൈക്കൊള്ളുന്നു എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. കാരണം ഈ തൃശ്ശൂർ പൂരത്തിന്റെ പ്രധാനപ്പെട്ട സാമ്പത്തിക സ്രോതസ്സാണ് ഈ തിരുവമ്പാടിയും പാറമേക്കാവും കൂടി നടത്തുന്ന ഒരു എക്സിബിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ എക്സിബിഷന് സമാന്തരമായിക്കൊണ്ടൊരു മറു പ്രദർശനം നടത്താനുള്ള ഒരു തീരുമാനം കൊച്ചിൻ ദേവസ്വം ബോർഡ് കൈക്കൊണ്ടിരുന്നു. മാർച്ച് 1 ടെൻഡർ തീയതി അവസാനിക്കുന്ന തരത്തിലേക്ക് ഓർഡറുകൾ ഇറക്കുകയും ചെയ്തിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ദേവസ്വം ബോർഡിന്റെയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അംഗങ്ങളുടെ കാലാവധി അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ദേവസ്വം ബോർഡ് എത്തുന്നത്. ഈ ഒരു ദേവസ്വം ബോർഡിന്റെ തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തമായിരുന്നു. പ്രത്യേകിച്ച് തിരുവമ്പാടി അടക്കമുള്ള ദേവസ്വങ്ങൾ പരസ്യമായി തന്നെ രംഗത്ത് വന്നിരുന്നു. അതായത് ഈ പൂരത്തിനെ തുരങ്കം വെക്കാനുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, യാതൊരു കാരണവശാലും അംഗീകരിക്കാവുന്നതല്ല എന്നൊരു നടപടി തിരുവമ്പാടി എടുത്തിരുന്നു. മാത്രമല്ല പൂരപ്രേമികളും BJP ഉൾപ്പെടെയുള്ള സംഘടനകളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. ഈ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഉദ്ദേശം ശക്തന്റെ മണ്ണിൽ നടപ്പാക്കില്ല എന്ന് തന്നെയാണ് BJPയുടെ തൃശ്ശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നത്. എന്നാലും ഈ പ്രതിഷേധം കനത്തോടു കൂടി തന്നെ ഇത്തരത്തിലൊരു തീരുമാനത്തിൽ നിന്ന് മാറാനുള്ള ഒരു നടപടി ദേവസ്വം ബോർഡ് കൈക്കൊണ്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് സൂചന. ദേവസ്വം ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരത്തിലൊരു അറിയിപ്പ് ഉടനെ തന്നെ വരികയും ചെയ്യും. എന്തായാലും ഈ കഴിഞ്ഞ തവണത്തെ തൃശ്ശൂർ പൂരം നമുക്കറിയാം. ഇപ്പോഴും ആ തൃശ്ശൂർ പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണങ്ങളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്, അവസാനിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു വിവാദങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ വീണ്ടും അത്തരത്തിൽ വിവാദപരമായിട്ടുള്ള നടപടിയിലേക്ക്, ഒരു തീരുമാനത്തിലേക്ക് ദേവസ്വം ബോർഡ് എത്തുന്നത്. എന്തായാലും പ്രതിഷേധം കടുത്തോടു കൂടി തന്നെ ഇപ്പോൾ ആ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്മാറാനുള്ള ഒരുക്കത്തിലാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ്. ആനന്ദ്, അതോടൊപ്പം തന്നെ BJP അടക്കമുള്ളവർ രംഗത്തേക്ക് വന്നിരുന്നു. ഇതിന് എതിരായി വലിയ പ്രതിഷേധമാണ് ഉയർന്നു വന്നത്. എപ്പോഴും തൃശൂർ പൂരത്തിനെ പൊളിക്കുക എന്നൊരു ഉദ്ദേശമാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്നും ഉള്ളത് എന്ന ആരോപണങ്ങളെ ശരിവെക്കുന്ന തരത്തിലേക്കായിരുന്നു സമാന്തര പൂരം എന്നൊരു ആശയവുമായി ബോർഡ് രംഗത്തേക്ക് വരുന്നത്. പക്ഷേ അതിന് ഒരല്പം പോലും ആയുസ് ഉണ്ടായില്ല. മാത്രവുമല്ല, ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെല്ലാം വിരമിക്കുന്നതിന് തൊട്ടു മുൻപാണ് ഇത്തരത്തിലൊരു ആശയവുമായി അവർ രംഗത്തേക്ക് വന്നത് അല്ലേ? തീർച്ചയായിട്ടും. അതായത് ഇത്തരത്തിലൊരു തീരുമാനം ദേവസ്വം ബോർഡ് കൈക്കൊണ്ടപ്പോൾ തന്നെ BJPയുടെ ഒരു പരസ്യമായിട്ടുള്ള ഒരു നിലപാട് പറഞ്ഞിരുന്നത്, അതായത് തൃശ്ശൂർ പൂരത്തെ തകർക്കാനുള്ള ഒരു ശ്രമം വർഷങ്ങളായി നടക്കുന്നുണ്ട്. ആ നടക്കുന്ന ശ്രമങ്ങളുടെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ ഈ സമാന്തരമായിട്ടുള്ള ഒരു എക്സിബിഷൻ സംഘടിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് ദേവസ്വം എത്തിയതെന്നാണ് BJP പ്രതികരിച്ചത്. യാതൊരു കാരണവശാലും ഈ ഒരു തീരുമാനം ശക്തന്റെ മണ്ണിൽ നടപ്പിലാക്കാൻ BJP സമ്മതിക്കില്ല. ഈ ഒരു തീരുമാനത്തിൽ നിന്ന് എന്തായാലും ദേവസ്വം ബോർഡ് പിന്നോട്ട് പോകണമെന്ന് തന്നെയായിരുന്നു BJPയുടെ പ്രതിഷേധം. BJP മാത്രമല്ല, ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകളും ഈ ഒരു വിവാദപരമായിട്ടുള്ള തീരുമാനത്തിനെതിരെ പരസ്യമായി തന്നെ രംഗത്ത് വന്നിരുന്നു. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളും അത്തരത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം, തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് കോടിക്കണക്കിന് രൂപ ചെലവ് വരുന്ന, ഒരുപക്ഷെ ലോകം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളിൽ, ആചാരപരമായിട്ടുള്ള ആഘോഷങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഉത്സവമാണ്. നമ്മുടെ കേരളത്തെ അടയാളപ്പെടുത്തുന്ന, തൃശ്ശൂരിനെ അടയാളപ്പെടുത്തുന്ന, ലോകത്തിന് മുന്നിലേക്ക് കേരളം വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷം. അപ്പോൾ ആ ഒരു ആഘോഷത്തിന്റെ പ്രധാനപ്പെട്ട സാമ്പത്തിക സ്രോതസ് തിരുവമ്പാടിയും പാറമേക്കാവും ചേർന്നാണ് തൃശ്ശൂർ പൂരം നടത്തുന്നത്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട സാമ്പത്തിക സ്രോതസ് എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു സമാന്തര ഒരു പ്രദർശനമാണ്. ആ ഒരു പ്രദർശനത്തിനെ തുരങ്കം വെച്ചുകൊണ്ട് സമാന്തരമായി മറ്റൊരു പ്രദർശനം ഏതാണ്ട് തൊട്ടടുത്ത് തന്നെ, ഈ തിരുവമ്പാടിയും പാറമേക്കാവും നടത്തുന്ന എക്സിബിഷൻ തൊട്ടടുത്ത് തന്നെ ഇത്തരത്തിലൊരു പ്രദർശനം നടത്താനുള്ള തീരുമാനത്തിലേക്ക് ദേവസ്വം ബോർഡ് എത്തുന്നു. അതും അതിൽ പല കാരണങ്ങൾ, പ്രത്യേകിച്ച് പല ദുരൂഹതകൾ BJP അടക്കമുള്ള സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നത്, ഇത്തരത്തിൽ ഈ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ ഭരണകാലാവധി കഴിയുന്നതിന് തൊട്ട് മുമ്പ് ഇത്തരത്തിലൊരു തീരുമാനം വരുന്നു. തുടർന്ന് ഈ കാലാവധി കഴിഞ്ഞ ആളുകൾ പോകുന്നു, മറ്റൊരു ഭരണസമിതി വരുന്ന ഒരു സമയം വരുന്നു. അപ്പോൾ ഇതിന്റെ ഇടയിൽ ഇത്തരത്തിലൊരു തീരുമാനം ഗൂഢാലോചന ഉണ്ടോ എന്ന് പോലും സംശയിക്കുന്നതായി BJP ഉൾപ്പെടെ ഉള്ള രാഷ്ട്രീയ സംഘടനകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യക്തമാക്കിയിരുന്നു. എന്തായാലും പ്രതിഷേധം കനത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനത്തിൽ നിന്ന് പുറകിലോട്ട് പോകാനുള്ള ഒരു നടപടിയിലേക്ക് കൊച്ചിൻ ദേവസ്വം ബോർഡ് എത്തിയിട്ടുള്ളത്.